ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ബിയുടെ ഒരു ഏറ്റവും പുതിയ ബോർഡാണ്. ഏറ്റവും പുതിയ ഡിസൈനും ഏറ്റവും പുതിയ സർക്യൂട്ടുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നിലവിൽ വലിക്കുന്ന ബെഡ് ടൈപ്പ് ആമ്പിൻ്റെ സർക്യൂട്ട് പോലെയല്ല, ഇതിന് വ്യത്യസ്തമായുള്ള സർക്യൂട്ടാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസാണ് ഫുള്ള് ഇലക്ട്രോണിൻ്റെ കപ്പാസിറ്ററാണ്. അതുപോലെ തന്നെ വാട്സിൻ്റെ റെസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് നിലവിൽ ബ്രിഡ്ജ് ഡാമ്പാണ്. നിലവിൽ മോണായിട്ടാണ് കമ്പനി ചെയ്തേക്കുന്നത്. സ്റ്റീരിയോ ആയിട്ട് മാറ്റാൻ പറ്റില്ല, ആ രീതിക്കാണ് കമ്പനി ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ തോഷിബയാണ്. തോഷിബ 51 1941 പെയറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതന്നെ ഡ്രൈവ് സെക്ഷൻ. ഈ രണ്ട് ആമ്പ് ഡ്രൈവും കൂടെ ഡ്രൈവ് ശരിക്കും ചെയ്യുന്നത് ഈ IC വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ള് ഫംഗ്ഷൻ നടക്കുന്നത്. ഫിൽറ്ററും അടങ്ങിയിട്ടുണ്ട്. അപ്പം നിലവിലൊരു സ്റ്റീരിയോ കൺട്രോൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇന്ന് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ആമ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു സർക്യൂട്ട് ഇതിലത് ചെയ്തിട്ടുണ്ട്. നിലവിൽ മാർക്കറ്റിൽ വന്നേക്കുന്ന ഒരു ബോർഡിനകത്ത് പോലും ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല ഞാൻ. വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സപ്ലൈ ഇതാണ്, പ്ലസ് മൈനസ് ഗ്രൗണ്ട്. അതുപോലെ തന്നെ ഇതാണ് സ്പീക്കർ ലൈൻ വരുന്നത്. ഇത് ഇൻപുട്ട് സെക്ഷൻ. നമ്മളിതിനകത്ത് വയർ കണക്ട് ചെയ്യുന്ന സമയത്ത് വയറിൻ്റെ അറ്റം പിരിച്ചിട്ട് നന്നായിട്ടൊന്ന് സോൾഡർ ചെയ്തിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യുവാണെങ്കിൽ ലൂസ് കണക്ഷനോ കാര്യങ്ങളൊന്നും വരാതിരിക്കും. പിന്നെ നല്ലൊരു വൃത്തിയുള്ളൊരു PCB ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ വർക്കിങ്ങിനനുസരിച്ചൊരു ഫാൻ വെച്ച് കൊടുക്കണം. നമുക്ക് ഏറ്റവും കുറഞ്ഞ സ്പേസിൽ നമുക്ക് ഈ ബോർഡ് പ്ലേസ് ചെയ്യാൻ പറ്റും ക്യാബിൻ്റെ അകത്ത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ IC ബേസ്ഡ് ആണ് ഇതിൻ്റെ ബ്രിഡ്ജഡ് വരുന്നത്. സാധാരണ ഇതിനെ എല്ലാത്തിനും റെസിസ്റ്റർ ആയിട്ടാണ് ബ്രിഡ്ജ് ചെയ്ത് വരുന്നത്. ഇത് IC ബേസ്ഡ് ആണ് ബ്രിഡ്ജിങ് വരുന്നത്. സ്റ്റീരിയോ ബോർഡ് ബ്രിഡ്ജ് ചെയ്ത് മോണോ ആക്കിയേക്കുന്നതാണ്. തിരിച്ച് സ്റ്റീരിയോ ആക്കാൻ പറ്റില്ല. അങ്ങനെയാണ് കമ്പനി നിലവിൽ ചെയ്തേക്കുന്നത്. ഞാനത് സോണിയിൽ കണക്ട് ചെയ്ത് നോക്കി. 12 ഇഞ്ചിൽ നല്ല വർക്കിംഗ് ഉണ്ട്. നമുക്കൊരു 8 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെ സബ്ബിൽ കണക്ട് ചെയ്യാം. പിന്നെ അത് കൊടുക്കേണ്ട സപ്ലൈ എന്ന് പറഞ്ഞാൽ 24 to 27 AC വരുന്ന ട്രാൻസ്ഫോമർ നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് ഇതിലേക്ക് കണക്ട് ചെയ്യാം. യാതൊരു പ്രശ്നവുമില്ല, പക്കയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഒരു പവർ LED ഉണ്ട്, നമ്മൾ പവർ ഓൺ ആയിക്കഴിയുമ്പോൾ അറിയാൻ വേണ്ടി. പിന്നെ വേറെ നോയ്സോ കാര്യങ്ങളൊന്നുമില്ല, നല്ല പക്ക വർക്കിംഗ് ആണ്. ഈ ഫാൻ നമ്മൾ മസ്റ്റായിട്ട് വെച്ച് ഉപയോഗിക്കുക. ഇതിൻ്റെ ബാക്കി വർക്കിംഗ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് ബാക്കിയായിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇപ്പം എത്രത്തോളം നിങ്ങൾക്ക് അത് കേട്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇവിടെ എനിക്ക് കേൾക്കുന്ന ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പിന്നെ ഹെഡ്സെറ്റ് വെച്ചൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ ബോർഡിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിനകത്ത് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഈ ബോർഡിനെ കുറിച്ച് അറിയാനുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. വർക്കിംഗ് ഞാൻ വർക്ക് ചെയ്ത് നോക്കിയിട്ട് സാറ് മോസ്ഫെറ്റ് ആമ്പിനെ അപേക്ഷിച്ച് ഇച്ചിരി പഞ്ച് ക്വാളിറ്റി ഉണ്ട്. ട്രാൻസിസ്റ്റർ ആണ് കൂടുതലും സബിന് വേണ്ടി റെക്കമെൻഡായിട്ട് വരുന്നത്. നല്ല ലോങ് ബാസും ഉണ്ട്, കേൾക്കാൻ നല്ല സുഖമുള്ളൊരു ബാസാണ്. നമ്മൾ ചെറിയ ക്വാളിറ്റി വെച്ചാലും ഇച്ചിരി ലൗഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് പതറിപ്പോവുക കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ സാധാരണ മേടിക്കുന്ന ബെഡ് ടൈപ്പ് ബോർഡ് പോലത്തെ സർക്യൂട്ട് അല്ല ഇതിന് വരുന്നത്. സർക്യൂട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. IC ബേസ്ഡ് ബ്രിഡ്ജിങ് ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഈ 2 സെക്ഷൻ ഡ്രൈവ് ചെയ്യുന്നത് ഈ IC വഴിയാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ്.